പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും കാത്തിരിപ്പാൻ ഇഷ്ടമല്ല അല്ലേ? വെയിറ്റ് ചെയ്യാൻ നമുക്ക് ക്ഷമയില്ല. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പെട്ടെന്ന് ലഭിച്ച മറുപടിയേക്കാൾ ഒത്തിരി പ്രഷ്യസും ബ്യൂട്ടിഫുള്ളുമല്ലായിരുന്നോ കാത്തിരുന്ന് നേടിയത്, കാത്തിരുന്ന് പ്രാപിച്ചത്? പലപ്പോഴും നമുക്കത് ഇഷ്ടമല്ല, പെട്ടെന്ന് കിട്ടണം, ആഗ്രഹിക്കുമ്പോൾ നടക്കണം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദൈവസാന്നിധ്യത്തിൽ ഒന്ന് കാത്തിരുന്നേ, അല്പം കൂടെ ക്ഷമയോടെയായിരുന്നേ. ഞാൻ ചിന്തിക്കായിരുന്നു, റൂത്തും ഓർപ്പയും. ഓർപ്പ ക്ഷമയില്ലായിരുന്നു. പെട്ടെന്ന് തൻ്റെ ഹിതത്തിനൊത്തവണ്ണം താൻ ആ കുടുംബം വിട്ട് പോയി, മടങ്ങിപ്പോയി. എന്നാൽ റൂത്ത് എടുക്കുന്നൊരു ഉടമ്പടിയുണ്ട്. എന്തു വന്നാലും നവോമിയെ വിട്ടു പിരിയത്തില്ല. ക്ഷമയോടെ നിൽക്കുവാൻ താൻ അവിടെ തീരുമാനമെടുത്തു. ആ ക്ഷമയോടെയുള്ള തീരുമാനം, തുടർന്നുള്ള കാലങ്ങളിലെ കാത്തിരിപ്പ് തനിക്ക് ഏകിയ നന്മ എത്ര വലുതാണെന്ന് അറിവാൻ ഇടയായില്ലേ? ഓർപ്പയെ പോലെ അങ്ങ് പിന്തിരിഞ്ഞു പോയിരുന്നെങ്കിലോ? താൻ ക്ഷമയോടെ കാത്തിരുന്നു. പിന്നത്തേതിൽ താൻ ധനികനായ ബോവസിൻ്റെ പത്നീപദം സ്വീകരിക്കുക മാത്രമല്ല, വയലിൻ്റെ ഉടമസ്ഥാവകാശം ലഭിക്കുക മാത്രമല്ല, യേശുവിൻ്റെ വല്യമ്മച്ചി എന്ന ആ ഒരു ഐഡൻറ്റിറ്റി കൂടി തനിക്ക് ലഭ്യമായില്ലേ? ക്ഷമയോടെ ആ യുവതി കാത്തിരുന്നു. ക്ഷമയോടെ താൻ ചില ഉടമ്പടികൾ എടുത്തു, തീരുമാനങ്ങൾ എടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 1 പത്രോസ് 5 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവിടുത്തെ ബലമുള്ള കൈക്കീഴ് താണിരുപ്പീൻ. എൻ്റെ ജീവിതം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഏതിനൊക്കെ കാത്തിരുന്നോ, ദൈവസാന്നിധ്യത്തിൽ താണിരുന്നോ, എന്തിനായി ഞാൻ കർത്താവിനെ നോക്കി പാർത്തിരുന്നോ, അതൊക്കെ ഏറ്റവും വലിയ ദൈവീക ഗിഫ്റ്റായിട്ടാണ് അതിനൊക്കെ മറുപടി എനിക്ക് ലഭിച്ചത്. തിരക്ക് കൂട്ടാതെ കാത്തിരിക്കുക. ഈ ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് ഭാരപ്പെടുകയല്ലേ? ഇതിൻ്റെയൊക്കെ മറുപടി ലഭിക്കുമോ എന്നല്ലേ ചിന്തിക്കുന്നത്? എൻ്റെ ഈ ആഗ്രഹങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ, അതൊന്നും ദൈവം കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ എന്നൊക്കെയല്ലേ കരുതുന്നത്? ഒത്തിരി നാളുകൾ പോയല്ലോ എന്നല്ലേ ചിന്തിക്കുന്നത്? പരിശുദ്ധാത്മാവിൽ ഞാൻ ഇന്ന് പറയട്ടെ, നിങ്ങൾക്ക് നഷ്ടമായ കാലങ്ങൾ കർത്താവ് തിരിച്ചു തരും. നിങ്ങളുടെ നല്ല യൗവനം, സമയം, അതൊക്കെ കർത്താവ് തിരിച്ചു തരും. ഏറ്റവും പ്രഷ്യസായ മറുപടിയോട് കൂടി ഭാരപ്പെടരുത്. ഈ കാത്തിരിപ്പ് അതൊരു ദൈവിക ശിക്ഷയല്ല. കർത്താവ് നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടൊന്നുമല്ല. പകരം ഇത് വലിയ ചില നന്മകൾ പ്രാപിക്കേണ്ടതിനുള്ള പ്രിപ്പറേഷനാണ്. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ പണിഷ്മെൻറ്റ്, ബട്ട് ഇറ്റ് ഈസ് എ പ്രിപ്പറേഷൻ. മനസ്സിലായോ? കർത്താവ് ശിക്ഷിക്കുകയാണെന്ന് കരുതരുത്. ഈ ദിവസങ്ങളിൽ മറുപടി നിങ്ങളുടെ കരുത്തിൽ ലഭിക്കും, ഏറ്റവും ശ്രേഷ്ഠമായി. പക്ഷെ അത് പ്രാപിക്കുന്നതിന് മുമ്പുള്ള ചില പരിശീലനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കർത്താവിൻ്റെ കരത്തിലേക്ക് വിധേയപ്പെടുത്തി കൊടുക്കുക. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. പലപ്പോഴും പ്രാർത്ഥിച്ച് ടയേർഡായി പോയിട്ടുണ്ട്. കർത്താവ് ഞങ്ങളെ കാണുന്നില്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. നല്ലപ്പ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ചില വലിയ ദൈവിക മറുപടികൾ, വിടുതലുകൾ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുക. സ്തോത്രം. അത് ഈ ദിനങ്ങളിൽ കരത്തിൽ പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ആരുടെയും മനസ്സ് ക്ഷീണിച്ചു പോകല്ലേ അപ്പാ. ധൈര്യം കൊടുക്കണമേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വ അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.